നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളികളുടെ ഒരു മനസ്സിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ലോകം വിട്ടുപോയിട്ട് നസീർ സാർ ഈ ലോകം വിട്ടുപോയിട്ട് 36 വർഷമായി. ആ മനുഷ്യനെക്കുറിച്ച് ടിന്നി ടോം പറഞ്ഞ ഒരു കമൻറ്റ് വെച്ചിട്ട് നമ്മളൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ 46,000 പേരോ എന്തോ ആണ് ഒരു ദിവസം കണ്ടത്. 46,000 പേരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു 5,000 പേര് കണ്ടാൽ ഞാൻ സന്തോഷവാനാണ് ഒരു എപ്പിസോഡ് ഏതായാലും. അപ്പോൾ 46,000 പേര് കാണുമ്പോൾ ഒരു സന്തോഷം ആലോചിച്ച് നോക്കി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അതിശയോക്തി പറയുകയാണെന്ന്. ബുധനാഴ്ച രാവിലെ ഈ പ്രോഗ്രാം വന്ന ശേഷം അന്ന് രാത്രി ആകുമ്പോഴേക്കും എനിക്ക് ഈ 2 ചെവിയുടെ വശവും വേദനിക്കുന്നു. കാരണം 2 ഫോണ് മാറി മാറി സംസാരിച്ചത്. ഇപ്പോഴും നസീർ സാറിനെ ആരാധിക്കുന്നവർ, ഞാൻ കരുതി ജയന് മാത്രമേ ഇത്രയും ആരാധകരുള്ളെന്നാണ് കരുതിയേ. നസീർ സാറിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ആ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം എനിക്ക് വരുന്നു എന്ന് തോന്നി. ഒരുപാട് സന്തോഷമായി എനിക്ക് നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം കണ്ടതിൽ. എന്നെ ടിനി 3-4 പ്രാവശ്യം വിളിച്ചു തുർക്കിയിൽ നിന്ന്. ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, അല്ല വീഡിയോ മെസ്സേജ് അയച്ചു. ഞാൻ പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കേണ്ടെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ ടെമ്പറായാലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. തെറ്റുകൾ ആർക്കും പറ്റാം. ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്നവരാണ് മനുഷ്യർ, നല്ലവർ. ടിന്നി തിരുത്തുമായിരിക്കും. ഇനി നസീർ സാറിനെ പറഞ്ഞതുപോലെ വങ്കത്തരങ്ങൾ ഇനി ആരെപ്പറ്റിയും ടിന്നി പറയില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ടിന്നിക്ക് പറ്റിയ ഒരു കൈക്കുറ്റപ്പാട് എന്നുള്ള തരത്തിൽ നമുക്ക് ആ വിഷയത്തെ വിടാം. അയാൾക്ക് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഇനി അയാളത് 100 വട്ടം ആലോചിക്കും ആരോട് സംസാരിക്കുമ്പോഴും. അതിന് നമ്മുടെയൊക്കെ, എൻ്റെ മാത്രമല്ല ഒരുപാട് യൂട്യൂബർമാർ സംസാരിച്ചു. അതെല്ലാം കണ്ടിട്ട് തെറ്റ് തിരുത്താനുള്ളൊരു മനസ്സ് അയാൾക്കുണ്ടായെങ്കിൽ ഞാനതിൽ സൂചിപ്പിച്ച 2-3 സൂചനകളുണ്ട്. ഒന്ന്, അയാളുടെ മകൻ ആ വീട്ടിൻ്റെ പരിസരങ്ങളിൽ ഒരു വില കൂടിയ കാർ ഇയാൾ എടുത്തു കൊടുത്തത് രാത്രി 12 മണിക്കും 2 മണിക്കുമൊക്കെ റൈസ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കി ഒരു വയസ്സായ ഭാര്യയും ഭർത്താവും താമസിക്കുന്നിടത്ത്, മകൻ വിദേശത്താണ്, അവരെയൊക്കെ ശല്യപ്പെടുത്തുന്നത്. ഈ വയസ്സായ ആളുകളെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ശല്യപ്പെടുത്തരുത്. ആ പ്രശ്നമടക്കം എല്ലാം ഇനി ഒരു സമചിത്തതയോടുകൂടി കാണാൻ നമ്മുടെ ഈ പ്രോഗ്രാം ടിനിക്ക് പ്രേരകമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നമസ്കാരം. സിനിമാ വാരഫലത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച നടന്നു. അതുകൊണ്ടായിരിക്കണം നമ്മുടെ സിനിമാ വാരഫലം കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കാത്തുകാത്തിരുന്നിട്ട് ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമ മിക്കവാറും അടുത്ത ഈ വരുന്ന വെള്ളിയാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച തിയേറ്ററിൽ പ്രദർശനം തുടങ്ങാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതി ജഡ്ജി നഗരേഷ് സിനിമ കണ്ടിട്ടും അദ്ദേഹത്തിനൊരു തീരുമാനം എടുക്കാനാകാത്ത അവസ്ഥയാണ് ഈ നാട് എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്നു. അദ്ദേഹത്തിനൊരു തീരുമാനം എടുക്കാക്കുന്നില്ല. കാരണം അഡമൻ്റായിട്ട് നിൽക്കുന്നു സെൻസർ ബോർഡ്. ജാനകി എന്നിട്ടാൽ ഈ നാട്ടിൽ വംശീയ പ്രശ്നം ഉണ്ടാവും, വർഗീയ പ്രശ്നം ഉണ്ടാവും, രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാവും, ക്രമസമാധാനമെല്ലാം തകരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സെൻസർ ബോർഡ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ജഡ്ജിക്ക് പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയി, സിനിമ കണ്ടിട്ട് പോലും. പകരം നിർമ്മാതാക്കളെയും വിവരം കെട്ട സെൻസർ ബോർഡിൻ്റെയും ഇടയിൽ ജഡ്ജി ഒരു മീഡിയേറ്ററായി മാറിയിരിക്കുന്നു. അല്ല, അദ്ദേഹം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വച്ചില്ല. അദ്ദേഹം ഒരു ഇടനിലക്കാരനായി. വിവരം കെട്ടവന്മാരാണ് ഈ വന്ന് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനും നല്ല ബോധ്യമായി സെൻസർ ബോർഡിനെ. നിങ്ങൾ പറയുന്ന ന്യായവാദങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ കേസ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ, റിലീസ് നീണ്ടുപോകുമ്പോൾ നിങ്ങൾക്കല്ലേ നഷ്ടം എന്ന ചോദ്യം ചോദിച്ച് നിർമ്മാതാക്കളെ അദ്ദേഹം വീഴ്ത്തി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാം. നിങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് നിൽക്കുകയല്ലേ. 8-10 കോടി നായകന് തന്നെ കിട്ടിയല്ലോ. അപ്പം നായകനായ കേന്ദ്രമന്ത്രി പോലും മിണ്ടാത്തടത്ത് നിങ്ങളിങ്ങനെ ഈ പ്രശ്നം നീട്ടിയിട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഇവരുടെ വക്കീൽ പറഞ്ഞത്, നിർമ്മാതാക്കളുടെ വക്കീൽ പറഞ്ഞത് ഈസിയായിട്ട് ഞങ്ങൾ ജയിക്കും, പക്ഷേ ഈ വാദം നീണ്ടു പോയാൽ എന്ത് ചെയ്യുന്നേ. ചിത്രത്തിൽ
ജാനകിയുടെ അച്ഛൻ ഒരു വിദ്യാധരനാണ്. ജാനകിയുടെ പേരിനൊപ്പം അച്ഛൻ്റെ ഇനിഷ്യൽ വി എന്നുകൂടി ചേർക്കാൻ കോടതി പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല, ജാനകി വി എന്നിട്ടാൽ സീതയുടെ പേരല്ലാതാവുമോ ജാനകി? കോടതി കണ്ടെത്തിയ ഒരു പ്രതിവിധിയാണ്. ഈ വിവരം കെട്ടവന്മാർക്ക് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസമാവട്ടെ, സെൻസർ ബോർഡല്ലേ, നിങ്ങൾ അവരുടെ അച്ഛൻ കഥാപാത്രം അതിൽ വിദ്യാധരനാണല്ലോ, അതുകൊണ്ട് വി എന്നുകൂടെ ചേർക്കും. അപ്പോൾ ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കാൻ പറഞ്ഞു. എനിക്കറിയാവുന്നത് എൻ്റെ അനുഭവത്തിൽ പറയാണ്, പെൺകുട്ടികൾക്ക് അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഇനിഷ്യലായി ഉപയോഗിക്കാറ്. ചിലർ അമ്മയുടെയും അച്ഛൻ്റെയും പേരുകളുടെ ആദ്യത്തെ അക്ഷരം ഇടാറുണ്ട്, ചിലർ അച്ഛൻ്റെയും അമ്മയുടെയും തിരിച്ചിടും, അങ്ങനെയും ഇനിഷ്യൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ വടക്കോട്ട് പോയാൽ വീട്ടുപേര് ഇനിഷ്യലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് MT വാസുദേവൻ നായരുടെ ഇനിഷ്യലായ MT എന്നത് മേടത്ത് തെക്കേപ്പാട്ട് എന്ന തറവാടിൻ്റെ MT ആണ്, അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ പേരല്ല. മേടത്ത് തെക്കേപ്പാട്ടിൻ്റെ MT ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ജാനകിയുടെ അച്ഛൻ വിദ്യാധരൻ ആയതിനാൽ ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞു. കഷ്ടകാലത്തിന് ജാനകിയുടെ അച്ഛൻ അയ്യപ്പനായിരുന്നെങ്കിൽ ജാനകി എ എന്നിട്ട് അയ്യോ ജാനകിക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തോലെ ആവും എന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയനെ. ഭാഗ്യത്തിന് ജഡ്ജി അല്ലെങ്കിൽ ജാനകി എ എന്നോ ജാനകി എന്നോ ഇടേണ്ടി വന്നില്ല. ഇട്ടാൽ അടൻസൊള്ളി എന്ന് തീർച്ചയായിട്ടും ഈ സെൻസർ ബോർഡെന്ന് പറഞ്ഞ വിവരം കെട്ടവന്മാർ പ്രശ്നമുണ്ടാക്കി പോയനെ. ദോഷൈക ദൃക്കുകൾ ആ പേര് കണ്ട് ജാനകിയാ അല്ലെങ്കിൽ ജാനകി എയാ അടൻസൊള്ളിയാ എന്ന് ചോദിച്ച് കളിയാക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. ഭാഗ്യത്തിന് ഹൈന്ദവ പേരുകാരുടെ ആദ്യാക്ഷരമായി QWXZ എന്നും വരാത്തത് നന്നായി. ക്രിസ്ത്യൻ ക്യാരക്ടറോ മുസ്ലിം ക്യാരക്ടറോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ Qയും Wയും Xും Zും കയറി വന്നേനെ. ഈ അക്ഷരങ്ങൾ വരുന്ന പേരുകൾ ജാനകിയുടെ തന്തയ്ക്ക് തിരക്കഥാകൃത്ത് ഇടാത്തത് ഭാഗ്യം എന്ന് ഞാൻ പറയും. കോടതിയിൽ വാദം നടക്കുന്നിടത്ത് ജാനകി എന്ന് വിളിക്കുന്നിടത്ത് ബീപ് ശബ്ദം ഇങ്ങനെ ഇടണം എവിടെയൊക്കെയോ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. കാരണം മറ്റൊരു മതത്തിൽപ്പെട്ടവനാണ് ജാനകിക്കായി വരുന്ന വക്കീൽ, കോടതിയിൽ വാദിക്കാൻ വരുന്ന വക്കീൽ വേറൊരു മതസ്ഥനാണ്. അയാളുള്ളതുകൊണ്ട് ആ വക്കീൽ ജാനകി, എൻ്റെ കക്ഷിയായ ജാനകി എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ജാനകി എന്ന് വരുന്നിടത്ത് ഇങ്ങനെ വീപ്പിടണം. ആ വേഷമാണെന്ന് ഈ പറയുന്ന ഈ വക്കീലായിട്ട് വേറൊരു മതസ്ഥനായി വരുന്ന വക്കീലായിട്ടാണെന്നാണ് നമ്മുടെ വീരശൂര പരാക്രമിയായ മന്ത്രി അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് ഹിന്ദുവായി ജനിച്ചയാളും അയാൾക്ക് ഈ കോടതിയിൽ വാദിക്കുന്ന വക്കീൽ ഹാരിസ് ബീരാനുമാണ്. മുസ്ലിമാണ് വാദിക്കുന്നത് ഹിന്ദു പ്രൊഡ്യൂസർക്ക് വേണ്ടി. അതിന് പാടില്ല എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. മുസ്ലിം ഒരു കേസിന് വക്കാലത്ത് കൊടുക്കുന്നത് മുസ്ലിം വക്കീലിനും ഹിന്ദു വക്കാലത്ത് കൊടുക്കുന്നത് കറകളഞ്ഞ ഹിന്ദു വക്കീലിനുമാകണം എന്നൊക്കെ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് ഇണ്ടാസ് വരാൻ സാധ്യതയുണ്ട്. നായര കേസ് നായര വക്കീൽ, ഈഴവര കേസ് ഈഴവര കേസ് വക്കീൽ, ഇങ്ങനെ ഓരോന്നും വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വരുന്ന കാലങ്ങളിൽ. അഖില ലോക മുസ്ലിമായ അബ്ദുള്ള കുട്ടിയും രാജസിംഹനെന്നോ എന്നൊക്കെ വിളിക്കുന്ന പാർട്ടികളുണ്ടല്ലോ, ആ പാർട്ടിയിൽ അവരാരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഈ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ അബ്ദുള്ള കുട്ടിയൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തു വന്നാലും ജാനകി എന്ന പേര് നൽകിയത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു എന്നാണ് സെൻസർ ബോർഡിൻ്റെ തമ്പ്രാക്കന്മാരുടെ അഭിപ്രായം. സീതാദേവിയുടെ പേരുള്ള കഥാപാത്രങ്ങൾക്ക് പ്രകോപനപരമായ ചോദ്യങ്ങൾ സിനിമയിൽ ചോദിക്കുന്നുണ്ട്. ജാനകിയോട് പ്രകോപനപരമായ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് സീതാദേവിയുടെ പേരാണ്, അതുകൊണ്ട് ചോദിക്കാം. ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ എങ്ങനെ പേരിടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന രഹസ്യവും സെൻസർ ബോർഡ് കണ്ടെത്തി കോടതി പറഞ്ഞു വന്നു. സെൻസർ ബോർഡ് നീയൊക്കെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയെന്ന്. ഇവിടെ ജനത്തിനൊന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഒരു പ്രശ്നവുമല്ല. നിങ്ങൾ പറയും പോലെ ഒരു ചുക്കും ഇവിടെ നടക്കില്ല. ഒരു സീതാദേവിയുടെ പര്യായപദമായ ജാനകി എന്നിട്ടാൽ ഇവിടുത്തെ മുസ്ലിമായ ഒരു വക്കീൽ കഥാപാത്രം അവരോട് ജാനകി എന്നവരെ വിളിച്ചാൽ ഈ നാട്ടിൽ മതവികാരം വ്രണപ്പെടും എന്നൊക്കെ പറയുന്നത് ശുദ്ധ ഫോഷ്കാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ജാനകിയെ കോടതിയിൽ സഹായിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്.
ക്രോസ് വിസ്താരം ചെയ്യുന്നത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടയാളും. പേരുകൾ മാറ്റിയില്ല എങ്കിൽ സാമുദായിക സംഘർഷത്തിന് ഇടയാക്കാം. അത്തരത്തിൽ പേര് ഉപയോഗിക്കുന്നതിൽ സിനിമാറ്റോഗ്രാഫ് ആക്ട് നിലനിൽക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എവിടെയോ പോയി കണ്ടുപിടിച്ചു, സെൻസർ ബോർഡിലെ ഏതോ ആക്റ്റിൽ എവിടെയോ കിടപ്പുണ്ടെന്നാണ് അവർ പറയണത്. അങ്ങനെയൊന്നും മതം മാറിയൊന്നും ഒരാളിനെ ഇത്തരം ക്യാരക്ടറുകൾ ഏൽപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ജാനകിയെ, പീഡിപ്പിക്കപ്പെട്ട ജാനകിയെ സഹായിക്കാൻ വേറൊരു മതത്തിൽപ്പെട്ട വക്കീൽ വരാൻ പാടില്ല. എന്ത് നാടാണെന്ന്! നമ്മളൊക്കെ മതേതരത്വം ഒരു ചുക്കും ഇനി നടക്കില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും 3 തവണ കോടതി ഈ ക്രോസ് വിസ്താരം നിർത്തിവെച്ചിട്ട് ആലോചിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞ് നിർമ്മാതാക്കൾക്ക് സമയം നൽകി. അതിന് നമ്മൾ ജഡ്ജ് നഗരേഷിനോട് നന്ദി പറയണം. അദ്ദേഹം അങ്ങനെ അനുഭവം കാട്ടിയത് മറക്കാൻ പാടില്ല. വേണമെങ്കിൽ ഒരു തവണത്തെ വാദം കേട്ടിട്ട് തീരുമാനം അടുത്ത മാസം ആഗസ്റ്റ് 20-ാം തീയതി പറയാം എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. ജഡ്ജിയോട് പറയാൻ പറ്റുമോ? ആഗസ്റ്റ് 20 ആക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കേസ് മാറ്റാം. ആഗസ്റ്റ് 20-ന് വന്ന് തീരുമാനം പറയുമ്പോൾ ജാനകി എന്ന പേരിന് മതപരമായ ബന്ധമില്ല എന്ന് എഴുതി കാണിക്കാം എന്ന് പറഞ്ഞാൽ ശരി, സെൻസർ ബോർഡ് അതിനെ എതിർക്കുന്നു, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ഒക്ടോബർ 10-ാം തീയതി വീണ്ടും വാദം കേൾക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ ജസ്റ്റിസ് നഗരേഷ് മനുഷ്യപ്പറ്റുള്ള ഒരാളായിരിക്കണം. അദ്ദേഹം 3 പ്രാവശ്യം, ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം കേസ് മാറ്റിവെച്ചു. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. പക്ഷേ അദ്ദേഹത്തെ തീർച്ചയായിട്ടും സിനിമാക്കാരുടെ വിഷമങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. 8-10 കോടി വാങ്ങിച്ച നായകന് ആ വിഷമമൊന്നും ഇല്ലെങ്കിലും കോടതിക്ക് അത് ബോധ്യമായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത കഥ, പുലി പോലെ വന്ന് എലി പോലെയായി എന്ന് പറഞ്ഞ കണക്ക് ഉള്ളൊരു കഥയാണ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടനും അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിച്ച വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ നടി ഷൈനെതിരെ ഉയർത്തിയ വിവാദമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സൂത്രവാക്യം എന്ന് പറഞ്ഞ 2 പേരും അഭിനയിച്ച സിനിമയിൽ ഷൈൻ ടോം ചാക്കോ അപമര്യാദയായി പെരുമാറിയെന്നും വായിൽ നിന്നും എന്തോ ഒരു വെളുത്ത പൊടി പറന്നു തുടങ്ങി കുറേ പരാതികൾ വിൻസി സിനിമാ സംഘടനകൾക്ക് നൽകി. അന്നും അവർ ആ മാന്യത കാണിച്ചു. അവർ പോലീസിലൊന്നും കൊടുത്തില്ല. ഇവിടേക്കുള്ള ചില തള്ളച്ചികൾ കൊണ്ടൊന്നും മുഖ്യമന്ത്രിക്ക് കൊടുക്കും പോലെ ഒന്നും ചെയ്തില്ല. അവർ സിനിമാ സംഘടനകൾക്ക് കൊടുത്തു. അത് നന്നായി എന്ന് ഞാൻ പറയും. സംഘടനകൾ അത് പരിഹരിക്കാൻ നടപടികളും തുടങ്ങിയതാണ്. ഷൈൻ ടോമോ വിൻസിയോ പരസ്പരം ചെളിവാരി എറിഞ്ഞതുമില്ല. നീ ആരടി എന്നെപ്പറ്റി എൻ്റെ വായിൽ നിന്ന് പൊടി വരണമെന്ന് പറയാൻ, നീ ആരടി മറ്റുള്ള കുറച്ചുള്ളതെന്ന് ഷൈനും ചോദിച്ചില്ല. ഇയാളൊരു പരമ ബോറനാണെന്ന് വിൻസിയും പറഞ്ഞില്ല. അതാണ് ആ 2 പേരും കാണിച്ച മാന്യത. സിനിമയിലെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ മുട്ടനാടുകളെ പരസ്പരം ഇടിപ്പിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന കുറുക്കന്മാരുള്ള ലോകമാണ്. പക്ഷെ അവരുടെ വേലകളൊന്നും ഒപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം 2 പേരും മിതത്വം പാലിച്ചു. ഇതിനിടയിലാണല്ലോ ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിലേക്ക് നനച്ചിരിക്കാതെ അശ്വനി പാദങ്ങളുടെ പരമ്പരകളുണ്ടായത്. പാവം, അയാളെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ പിന്നീടുണ്ടായത്. ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുവന്ന ഒരു കച്ചവടക്കാരി പറഞ്ഞിട്ട് ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഹോട്ടൽ മുറിയിലെ 2ാമത്തെ നിലയിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അയാൾ ഇടപ്പാള ഓട്ടം പോലെ ഒരു ഒറ്റ ഓട്ടം ഓടി. ചോദ്യം ചെയ്യാൻ നാടകീയമായ സ്റ്റേഷനിലേക്കുള്ള വരവ്, റീ അഡിക്ഷൻ സെൻറ്ററിലേക്ക് ഉള്ള യാത്ര, ചികിത്സയ്ക്കായുള്ള യാത്രയിൽ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ആക്സിഡൻറ്റ്, അച്ഛൻ്റെ മരണം, ഷൈൻ്റെ പരിക്കുകൾ, ലഹരിയോടുള്ള വിടപറയൽ, എല്ലാം പെട്ടെന്നാണ് നടന്നത്. ഇപ്പോഴിതാ ഒരു പത്രസമ്മേളനത്തിൽ ഷൈൻ ടോം ചാക്കോയും വിൻസിയും ഒന്നിച്ചിരുന്ന് സംഭവിച്ചതൊക്കെ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. ഷൈൻ കടന്നുപോയ ട്രാജഡിയിൽ എനിക്കും ഒരു പങ്കുണ്ടെന്ന് വിൻസി പറയുന്നു. അതാണ് ആ പെൺകുട്ടിയുടെ മഹത്വം. ഷൈൻ കടന്നുപോയ ആ ദുരിതകാലത്ത് ആ വഴിയിലൂടെ പോയതിൽ ഒരു പങ്ക് എനിക്കുമുണ്ട് എന്ന് ആ കുട്ടി തുറന്നു പറഞ്ഞു. എന്നോട് ഷൈൻ ക്ഷമിക്കണം എന്നും ആ പെൺകുട്ടി പറഞ്ഞു. ഞാനാണ് ക്ഷമ പറയേണ്ടതെന്ന് ഷൈൻ ടോം ചാക്കോ. കലാരംഗത്ത് നിൽക്കുന്നവരും വിശാലമായ മനസ്സും ഉള്ളവർക്കേ ഇങ്ങനെയൊക്കെ ക്ഷമിക്കാനും പരസ്പര ബഹുമാനം കാണിക്കാനാകൂ എന്ന് അവർ 2 പേരും തെളിയിച്ചു എന്നുള്ളതാണ്. 2 പേരും അഭിനയിച്ച സൂത്രവാക്യം ഒരു വലിയ വിജയമാവട്ടെ.
നാട്ടിൽ ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയാറുണ്ട്. ആ പറയുന്ന അവസ്ഥയിലാണ് നമ്മളെ നടൻ ഉണ്ണി മുകുന്ദൻ എന്ന് പറയാം. മലയാളത്തിലെ മറ്റൊരു യുവനായകനും നേരിടേണ്ടി വരാത്ത പ്രശ്നങ്ങളിലൊക്കെ ഈ നായകൻ ചെന്ന് വീഴുന്നു. എന്തുകൊണ്ടാകാം ഉണ്ണി മുകുന്ദന് മാത്രം ഇത്തരം പുലിവാലുകളെന്ന് മറ്റാരാലോചിച്ചില്ലെങ്കിലും ഉണ്ണി മുകുന്ദൻ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ചോദിച്ചാൽ പറയും, ഞാനൊരു മോഡി അനുകൂലിയായതിനാലാണ്, മാളികപ്പുറം എടുത്തതുകൊണ്ടാണ്, ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ്, ഞാനൊരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് എന്നൊക്കെ ഉണ്ണി മുകുന്ദൻ പറയും. അല്ല ഒന്നുമല്ലായിരുന്ന കാലത്തും ഉണ്ണി മുകുന്ദൻ വിവാദങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. ഒരിക്കലും ഈ പറയുന്ന ഒന്നും സത്യസന്ധമായ പറച്ചിലല്ല. ഗുജറാത്തിൽ ജനിച്ച ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയോടൊപ്പം പന്ത് കളിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അയാളുടെ സ്വകാര്യമാണ്. അടുത്ത കാലത്ത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞതാണ്, റോഡെ മോഡി നടന്നു പോകുമ്പോൾ പന്തൊക്കെ എടുത്ത് തിരിച്ചെറിഞ്ഞൊക്കെ തരാറുണ്ട്. എന്നാൽ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കേസിൽ ഉണ്ണിപ്പെട്ടതോ ഒരു പെൺകുട്ടി പീഡന പരാതി നൽകിയതോ ഇക്കാലത്തല്ല. അതായത് സൂപ്പർ താരമായി എന്ന് സ്വയം മാർക്കിടുന്ന കാലത്തല്ല, ഇന്നത്തെ ഗ്ലാമർ ഉള്ളപ്പോഴും അല്ല. ഇതിനിടയിലാണ് മേജർ രവിയുമായി അടിപിടി കൂടിയ ഇഷ്യൂ വരുന്നത്. മേജർ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് പരാതി കൊടുത്തെങ്കിലും അയാളതും മറന്നു കളഞ്ഞു. സത്യത്തിൽ മേജർ ഒരു പാവമാണ്. ഈ ശിവരസനെയൊക്കെ കൊല്ലാൻ പോയി എന്ന് പറയുന്നു. കൊല്ലാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം അത്ര ശുദ്ധനാണ് മേജർ ആ പരാതി തന്നത് ഞാൻ വായിച്ച ആളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ലൈസൻസുള്ള തോക്കുകളുണ്ടെങ്കിൽ സത്യമായിട്ട് എന്നെപ്പോലെ ഒരു പെട്ടെന്ന് ടെമ്പറാവുന്ന ഒരാളാണെങ്കിൽ അന്ന് പോയി വെടിവെച്ചെന്നെ. പക്ഷേ മേജർ അടിയും കൊണ്ടുകൊണ്ട് ഒരു പരാതി എഴുതി ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന് തരികയാണ് ചെയ്തത്. പിന്നാലെ വരുന്നു തൻ്റെ പേഴ്സണൽ മാനേജർ ബിപിനെ അയാൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെന്ന് കാർ ഷെഡിലിട്ട് ഇടിച്ചെന്ന്. എനിക്ക് എന്താ പറയുക, പേഴ്സണൽ സെക്രട്ടറി ഇല്ല, പേഴ്സണൽ മാനേജറില്ല, PR ഇല്ല, ഇതൊന്നുമില്ല എന്നൊക്കെ ഉണ്ണി മുകുന്ദൻ നാഴിക്ക് 40 വട്ടം പറയും. ഈ വിപിനെ അടിച്ചപ്പോഴും പറഞ്ഞു, നിഷേധിച്ചു, എൻ്റെ ആരുമല്ല വിപിനെന്ന്. എന്നാൽ വർഷങ്ങളോളം അയാൾ വിപിൻ ഇയാളുടെ കൂടെ നടന്നതെന്നും ഇയാളുടെ ഡേറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നവരെല്ലാം കഥ പറയുന്നത് അയാളോടാണെന്നും ഏതോ സിനിമ നടിയെ ഉണ്ണി മുകുന്ദന് കെട്ടിച്ചു കൊടുക്കാനായിട്ട് മീഡിയേറ്ററായിട്ട് ഈ മൂന്നാം പോകും പോലെ പോയത് ഈ വിപിനാണെന്നും ഒക്കെ വാർത്തകൾ പുറത്തു വന്നു. അപ്പോഴും ഉണ്ണി മുകുന്ദൻ എല്ലാം നിഷേധിക്കും. അല്ലാതെ ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി, ഈ വിപിനെ പോലെ ഒരു പയ്യനെ, ഒരു യുവാവിനെ എൻ്റെ പേഴ്സണൽ മാനേജർ ആക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും പറയില്ല. ഏത് വിപിൻ, എവിടെ വിപിൻ, എന്ത് വിപിൻ, ഇങ്ങനെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ക്രിപ്റ്റോ കറൻസി, എന്ത് പീഡനം, ഇങ്ങനെ കേൾക്കുള്ളൂ. അല്ല ഒന്നും പുള്ളി നിഷേധിക്കുക അല്ലാതെ ഞാൻ തിരുത്താം എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വിപിൻ്റെ ഫ്ലാറ്റിൽ ചെന്നതും അയാളുടെ കണ്ണട പിടിച്ചു വാങ്ങി പൊട്ടിച്ചതും ചെറുതായി പിടിവലി നടത്തിയൊക്കെ ഉണ്ണി മുകുന്ദൻ ചില കലാപരിപാടികളെ ചെയ്തുള്ളൂ എന്നാണ് പോലീസിനോട് സമ്മതിച്ചത്. അല്ലെങ്കിൽ പോലീസ് എഴുതി വെച്ച FIRൽ അങ്ങനെയൊക്കെ ഉള്ളൂ. വിപിൻ വെച്ചിരുന്നൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചു. വിപിൻ അല്ല ഉണ്ണി മുകുന്ദൻ താമസിക്കുന്നിടത്ത് വിപിൻ ചെല്ലുകയല്ല ചെയ്തത്. ഉണ്ണി മുകുന്ദൻ വിപിൻ്റെ ഫ്ലാറ്റിൽ ചെന്നിരുന്നു. അടിച്ചൊന്നുമില്ല, ഇടിച്ചൊന്നുമില്ല, ചെറിയ പിടിവലി, അത് മാത്രമേ നടന്നുള്ളൂ എന്നൊക്കെയാണ് FIRൽ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ അതൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വെച്ച് പോലീസ് കോടതിയിൽ കേസ് സമർപ്പിച്ചു. മർദ്ദനം നടന്നതിന് തെളിവില്ല, കണ്ണട വലിച്ചൂരി നിലത്തെറിഞ്ഞു, പരസ്പരം ചുമ്മാ പിടിവലി നടത്തി, പിന്നെ അവൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചൊന്ന് പതുക്കെ താഴോട്ടിട്ടു, എറിഞ്ഞതല്ല ഇട്ടതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പോലീസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആരോ മോളിൽ നിന്ന് വലിയ റെക്കമെൻഡേഷൻ പോയി കാണും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോലീസ് എഴുതുമോ? ഒരു തന്നെ പോക്കറ്റ് കിടക്കുന്ന ഫോൺ എടുത്ത് തറയിടണതിന് അതിനെ എറിഞ്ഞു എന്ന് എഴുതൂല, കേസ് വിലക്കാതിരിക്കുക. കണ്ണട എടുത്ത് ചെറുതായിട്ട് തറയിട്ടു. അങ്ങനെ കണ്ണട കണ്ടവൻ്റെ കയ്യിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ച് എത്ര രൂപയുള്ള വിലയുള്ളതായിരിക്കുമല്ലോ, അതിനടുത്ത് തറയിലിടാമോ, പൊട്ടിക്കാമോ? പിന്നെ ചെറിയ പിടിവലി, ചെറിയ അടിച്ചൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. താടിയിലാണ് ആദ്യം മർദ്ദിച്ചത് എന്നാണ് വിപിൻ പറയുന്നത്. കൈകൾ ചേർത്ത് പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ കോതറി ഓടി. കാരണം ഉണ്ണി മുകുന്ദൻ ഇത്രയും ഹൈറ്റും ഇത്രയും തടിയൊക്കെ ഉള്ള മസിലൊക്കെ ഇങ്ങനെ പെരുക്കി വെച്ചോണ്ടിരിക്കുകയല്ലേ, അവനെ ഒന്നും കയറി ചിലപ്പോൾ ഒരുമാതിരിപ്പെട്ട ചെറുപ്പക്കാർക്കൊന്നും പിടിക്കാൻ കഴിയില്ല. ഞാൻ ഏതോ പ്രോഗ്രാം ചെയ്തപ്പോൾ തമാശയായിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഉണ്ണി മുകുന്ദാ, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മളെ അടിച്ചുകളയല്ലേ എന്ന് പറഞ്ഞു. അവൻ അത് സീരിയസ് ആയിട്ട് എടുത്ത്. ഈ ഇവിടെ ഒരു എന്താ പറയുക, പിണറായി വിരോധിയായ ഒരുത്തൻ്റെ ചാനലുണ്ടല്ലോ,
ആ ചാനലിൽ ചെന്നിരുന്ന് ഉൾപ്പെടാതെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയേ. അയാളുടെ ചാനലിൽ ചെന്നിരുന്ന് അയാളുടെ അഭിമുഖത്തിൽ അയാൾ ചോദിക്കണം, ദിനേശിനെ അടിക്കുമെന്ന് അയാൾക്ക് പേടിയുണ്ട്, ദിനേശിന് പേടിയുണ്ടെന്ന്. അവിടെ ഇയാൾ പറയാ, ഉണ്ണിമുകുന്ദൻ പറയാ, അത് അദ്ദേഹം പേടിക്കുന്ന വെറുതെ, ഞാൻ അടിക്കുകയൊന്നുമില്ല, നീ വാ അടിക്കാൻ. നീ അടിക്കാൻ വന്നാൽ നിൻ്റെ എന്താ പറയുക ആരോഗ്യം വെച്ചും നിൻ്റെ തടി മിടുക്ക് വെച്ചും ചിലപ്പോൾ എനിക്ക് നിന്നെ തിരിച്ചടിക്കാൻ പറ്റില്ലായിരിക്കും. നീ ഒരു 5 അടി തരുമ്പോൾ അടുത്ത് കിടക്കുന്ന ഒരു നല്ല പാറക്കല്ലെടുത്ത് നിൻ്റെ മുഖത്തിനെ എറിയില്ലേ, വികൃതം നോക്കില്ലേ മുഖത്തിന്, അത്രയും ചെയ്യാൻ എനിക്ക് പറ്റുമല്ലോ. നീ ഒരു 5-6 ഇടി ഇടിക്കുന്നതിനിടയിൽ ഒരു കല്ലെടുത്ത് ഒരൊറ്റ ഇടി മുഖത്ത്, നിൻ്റെ അഭിനയം അവിടെ തീരുമില്ലേ. പക്ഷെ അവൻ അത് അന്തസ്സായിട്ടാണ് പറയണേ. ഞാൻ അങ്ങനെ അടിക്കൊന്നുമില്ല, പുള്ളി വെറുതെ പേടിക്കുന്നതാണ്, പേടിയാ ദിനേശിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുത്തൻ വിപിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ചെറുതായിട്ടൊന്ന് തല്ലി എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇനി എൻ്റെ കൺമുന്നിൽ വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ഈ വിപിൻ കുമാർ കൊടുത്തിരിക്കുന്ന പരാതി. അതൊന്നും പോലീസ് കാര്യമായിട്ട് എടുക്കുന്നത്, പോലീസ് കോടതി കൊടുത്തിരിക്കുന്നത് അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഫിഫ്ക ഇടപെട്ട് ഉണ്ണിമുകുന്ദനെയും വിപിനെയും ഇരുത്തി പ്രശ്നം പരിഹരിച്ചെന്നും കേട്ടിരുന്നു. അപ്പോഴാണ് പുതിയ സംഭവം വരുന്നു. MDMAയുമായി കൊച്ചിയിൽ കാക്കനാട് പാലച്ചൂട്ടിലെ ഫ്ലാറ്റിൽ നിന്നും കോഴിക്കോട്ടുകാരിയായ റിൻസി എന്ന യുവതിയെ ഡാൻസ് ഓഫ് ടീം പൊക്കി. അവർ മാത്രമല്ല, അവരുടെ സുഹൃത്തായ യാസർ അറാഫത്തിനെയും, ഒരു വലിയ എന്താ പറയുക, ഒരു രാജ്യത്തിൻ്റെ അധിപനായിരുന്ന യാസർ അറാഫത്തിൻ്റെ പേരൊക്കെ ഈ MDMA വിൽക്കാൻ നടക്കുന്നവന്മാർ ഇടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കുക. സുഹൃത്തായ യാസർ അറാഫത്തിനെയും 22.5 ഗ്രാം MDMAയുമായി പോലീസ് പിടികൂടി. ഇവർ ഈ പറയുന്ന ഈ പെൺകുട്ടിയുണ്ടല്ലോ റിൻസി, അവരൊരു യൂട്യൂബറും കൂടിയാണ്. ഇപ്പോൾ എല്ലാം യൂട്യൂബറാണല്ലോ. ഇപ്പോൾ പാകിസ്ഥാന് നമ്മളെ എന്താ പറയുക രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തതും ഒരു യൂട്യൂബറാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം പിടിച്ചതാണ്. സിനിമാ മേഖലയിലും റിൻസിക്ക് എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ട് അത്രേ. കൂട്ടത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ പുതിയ മാനേജറാണെന്നും ഈ അന്വേഷിച്ചവർ കണ്ടെത്തിയിരിക്കുന്നു. മാനേജറാണ് എന്ന വാർത്തയും പുറത്തു വന്നു. താനുമായി ബന്ധങ്ങൾ ഒന്നുമില്ല, എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും താൻ നേരിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ UMF അതായത് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും തന്നെക്കുറിച്ച് തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികളെയും പ്ലാറ്റ്ഫോമുകളെയും ഇവരെല്ലാം ഒന്ന് മാറി നിൽക്കണം, ഇല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഞാൻ കേൾക്കട്ടെ, ഉണ്ണിമുകുന്ദ, ഈ റിൻസി എന്ന് പറഞ്ഞ പെണ്ണ് എറണാകുളത്ത് എത്രയോ സിനിമാക്കാരുണ്ട്, MDMA ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെ ആരുടെയും പേഴ്സണൽ മാനേജറാണെന്ന് പറഞ്ഞില്ലല്ലോ. തൻ്റെ പേഴ്സണൽ മാനേജർ എന്തിനാ പറയണേ? ഒരു ന്യായം പറയണമല്ലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ, നാട്ടിൽ ആര് മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ലാത്ത എന്താ? അത് ഉണ്ണിമുകുന്ദൻ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്താ ശ്രീനാഥ് ഭാസി അടക്കം ഒരുപാട് ഈ ലഹരികൾ ഉപയോഗിക്കുന്നവരെ പേരുകൾ വരുന്നല്ലോ. അവരുടെ ആരുടെയും മാനേജറല്ല ഈ റിൻസി. അതെന്താ? അപ്പോൾ ക്രിപ്റ്റോ കറൻസി ആയാലും ശരി, പീഡന കേസായാലും ശരി, പേഴ്സണൽ മാനേജറെ തല്ലുന്നതായാലും ശരി, ഈ പറയുന്ന മയക്കുമരുന്ന് പിടിക്കുമ്പം അവൾ പറയാണ് ഞാൻ ഇയാളുടെ മാനേജറാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എവിടെയോ ഉണ്ണിമുകുന്ദൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഉണ്ണിമുകുന്ദൻ തിരുത്തിയാൽ ഉണ്ണിമുകുന്ദൻ തന്നെ കൊള്ളാം. അതിന് പകരം ഈ വാർത്തകളൊക്കെ പുറത്തു പറഞ്ഞാൽ, അത് വ്യക്തിയായാലും ശരി, കോപ്പ് സംഘടനകളായാലും ശരി, പത്രങ്ങളായാലും ശരി, ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നല്ല ഉണ്ണിമുകുന്ദ പറയേണ്ടത്. ഉണ്ണിമുകുന്ദൻ തിരുത്തണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്യന്താപേക്ഷിതമായി നിങ്ങൾ തിരുത്തേണ്ടതാണ്. എൻ്റെ പേരിൽ ഇങ്ങനെ നിരന്തരമായി പരാതികൾ വരുന്നു, ഞാനത് തിരുത്തണം. ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കൂടെ നടക്കുന്ന ആളല്ലേ ഞാൻ, അദ്ദേഹത്തിനെങ്കിലും കരുവാരി തേക്കാതിരിക്കണമെന്നുള്ള ബോധം ആദ്യം വരേണ്ടത് ഉണ്ണിമുകുന്ദനാണ്. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാമെന്ന് ജഗതി ഏതൊരു പടത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇത്തരം വഴക്കിലും വക്കാണത്തിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ്റെ പേര് മാത്രം വരുന്നത് എന്താകാം? 5-10 വർഷം കൂടെ കൂടിയ വിപിനെ അടക്കം എൻ്റെ മാനേജരല്ല എന്ന് ഉണ്ണിമുകുന്ദൻ എന്തുകൊണ്ട് തള്ളി പറയുന്നു? പെണ്ണാലോചിച്ചൊന്നും നിങ്ങൾ തന്നെ പറയുന്നു. ഏതോ സിനിമാ നടിയോട് വന്ന് ഉണ്ണി മുകുന്ദൻ സാറിനെ കെട്ടാമോ എന്ന് ചോദിക്കണമെങ്കിൽ നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ വിപിൻ പോവുമോ? കെട്ടാമോ എന്ന് ചോദിക്കാൻ. ഇങ്ങനെയുള്ളൊരു ബോറിനെ ഞാൻ കെട്ടില്ല എന്ന് ആ പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കും പറഞ്ഞേ? ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഉണ്ണിമുകുന്ദൻ പെടുമ്പോഴാണ് ഉണ്ണിമുകുന്ദ നിങ്ങളെ ഈ സഹപ്രവർത്തകർ പോലും കെട്ടാൻ തയ്യാറാവാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ശരി എന്ന് എനിക്കറിയില്ല.
സാറിന് വേണ്ടി പെണ്ണാലോചന വരെ നടത്തിയ ബിപിൻ്റെ കൂളിംഗ് ഗ്ലാസും ചവിട്ടി പൊട്ടിച്ച് അവന് ചെറിയ പിടിവലിയും നടത്തി ഫോണിന് വാങ്ങിച്ച് നിലത്ത് വിട്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുള്ളൂ. ഒരു എത്തും പിടിയുമില്ല ഉണ്ണി മുകുന്ദന് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും തിരുത്താൻ സമയമുണ്ട് ഉണ്ണി മുകുന്ദ. നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരു സ്പേസും ഉണ്ട്. പക്ഷേ അത്യന്താപേക്ഷിതമായി നിങ്ങൾ തിരുത്തണം, നിങ്ങളുടെ സ്വഭാവം മാറ്റണം. അല്ലാതെ നിങ്ങൾ വ്യക്തികളെയോ യൂട്യൂബർമാരെയോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എന്നെ വിമർശിച്ചാൽ ഞാൻ തലവെട്ടികളെയോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തണം. തെറ്റ് പറ്റാത്ത മനുഷ്യരൊന്നുമില്ലെന്നേ. ജനിച്ചു വീഴുന്ന കൊച്ചും ശ്വാസം പോയ ഡെഡ് ബോഡിക്ക് മാത്രമേ തെറ്റ് പറ്റാതിരിക്കൂ. ബാക്കി എല്ലാവർക്കും. മഹാത്മാഗാന്ധിജിക്ക് തെറ്റ് പറ്റിയില്ലേ? അദ്ദേഹം ഭാര്യയെ തല്ലിയിട്ടില്ലേ? പക്ഷെ തിരുത്തണം. അതാണ് വലിയ മനുഷ്യരുടെ മഹത്വം. അടുത്ത കഥ നമ്മുടെ മാക്റ്റയെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, വിമതന്മാരായി നിന്ന 12 പേർ ജയിക്കുകയും ഭരണപക്ഷത്തുള്ളവർ തോൽക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭാസം നടന്നു. വളരെ ബുദ്ധിരാക്ഷസന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഔദ്യോഗിക ഭാരവാഹികളായി മത്സരിച്ചവർ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതും വമ്പന്മാരൊക്കെയാണ് തോറ്റ. ഞാൻ വീണ്ടും ഈ ശവത്തി കുത്തുപോലെ ആ പേരുകൾ പറയണ്ടല്ലോ. അപ്പോൾ ജയിച്ച 12 പേരിൽ നിന്ന് ആരെയൊക്കെ അപ്പുറത്ത് ചാടിക്കാം, അവിടുന്ന് ആരെ ഇങ്ങോട്ട് ചാടിക്കാം എന്നുള്ള ചർച്ചകളിലാണല്ലോ 9-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് നീട്ടിക്കൊണ്ടുപോയേ. എന്തായാലും ഇന്നലെ സത്യപ്രതിജ്ഞ വളരെ മനോഹരമായി കഴിഞ്ഞു. വിമതരായി നിന്ന 12 പേർ അങ്ങനെ വിജയിച്ചവരിൽ നിന്നും ഭരണാധികാരികളെ തിരഞ്ഞെടുത്തു, സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മുടെ ജയശങ്കറിൻ്റെ മുന്നിൽ അദ്ദേഹമായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. സത്യത്തിൽ ഭരണപക്ഷം വിമതപക്ഷം അങ്ങനെ ഒന്നില്ല. 2 പാനലുകൾ മത്സരിച്ചു. ഒരു പാനലിന് നേതൃത്വം കൊടുത്തവർ നിലവിൽ ഭരിച്ചിരുന്നവർ ആയിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അവർ തന്നെ ഭരണപക്ഷം, നമ്മളെ ഭരണപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചതുകൊണ്ടാണ് ഈ ഭരണപക്ഷവും വിമതപക്ഷവും ഒക്കെ ആയത്. അങ്ങനെ മാക്റ്റയുടെ ചെയർമാനായി വീണ്ടും ജോഷി മാത്യു തിരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി ശിവകുമാർ അരിക്കുറ്റി, ട്രഷററായി സജിൻ ലാൽ. PK ബാബുരാജും രാജീവ് ആലിംഗലുമാണ് വൈസ് ചെയർമാൻമാർ. MN ബാദുഷ മറ്റേ ടീമിലാണ് ജയിച്ചത്. പക്ഷേ ബാദുഷയെ അവർ ഒരു പ്രൊഫഷണൽ എക്സിക്യൂട്ടീവിലുണ്ടാവണം. അതുകൊണ്ട് പ്രൊഫഷണൽ എക്സിക്യൂട്ടീവായ ബാദുഷ, ഉത്പൽ വി നായനാർ എന്ന് പറഞ്ഞ ക്യാമറാമാൻ, ഗായികയായും സംഗീത സംവിധായികയും ഒക്കെ ആയ സോണി സായി, ഇവരാണ് ജോയിൻറ്റ് സെക്രട്ടറിമാർ. ജോസ് തോമസ്, ഷിബു ചക്രവർത്തി, M പത്മകുമാർ, മധുപാൽ, ലാൽ ജോസ്, സുന്ദർദാസ്, വേണു ബി നായർ, ബാബു പള്ളശ്ശേരി, ഷാജി പട്ടിക്കര, L ഭൂമിനാഥൻ, അപർണ രാജീവ്, AS ദിനേശ്, അഞ്ജു അഷ്റഫ് എന്നിവരാണ് ഈ പുതിയ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ. ഇതിൽ മധുപാൽ മാത്രം സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്തില്ല. സാറിന് എന്തോ തിരക്കായോണ്ടായിരിക്കും സാറ് ചെല്ലാത്തത്. പക്ഷേ ഞാനിത് പറയാൻ വന്ന ഇതൊന്നും പറയാനല്ല. അധികാരം ഏറ്റെടുത്ത ഉടൻ പുതിയ ഭരണസമിതിക്കാർ ചെയ്ത ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യം പറയാനാണ്. ഞാനിതിൽ തന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാക്റ്റ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബീജാഭാവം നടത്തുന്നത് കല്ലു ഡെന്നീസ് എന്ന് പറഞ്ഞ ആളാണല്ലോ. സുരേഷ് ഗോപിക്കെതിരെ ആദ്യമായിട്ട് വാളോങ്ങിയത് അദ്ദേഹമായിരുന്നു. പിന്നീട് സുരേഷ് ഗോപിയും കല്ലു ഡെന്നീസും ചക്കി ഈച്ചയായി, അത് വേറെ ചരിത്രം. സുരേഷ് ഗോപിയുടെ വീട്ടിൽ, കൊല്ലത്തുള്ള വീട്ടിൽ മാക്റ്റയുടെ എക്സിക്യൂട്ടീവ് ബോഡിയും കൂടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്രയൊക്കെ സിനിമാക്കാർക്ക് വാശികളുള്ളന്നേ. അപ്പോൾ ആ കല്ലു ഡെന്നീസിനെ അദ്ദേഹം ഇപ്പോൾ ഒരു വലത്തെ കാല് മുറിച്ചിട്ട് ഷുഗർ കൂടി ചികിത്സിച്ച ഡോക്ടർമാരെല്ലാം കൂടെ കുളമാക്കി അവസാനം അമൃതയിൽ പോയാണ്, അല്ലെങ്കിൽ ചത്തുപോയെന്ന്. അമൃതയിൽ ചെന്നാണ് പുള്ളി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറം ലോകമായിട്ട് ഇപ്പോൾ അധികം ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് പുതിയ ഭരണാധികാരികൾ, മാക്റ്റയുടെ പുതിയ സാരഥികൾ പോയി അനുഗ്രഹം വാങ്ങി എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ജോഷി മാത്യു, ശിവകുമാർ അരിക്കുറ്റി, സജിൻ ലാൽ, ഷാജി പട്ടിക്കര, PK ബാബുരാജ് എന്നിവരാണ് കല്ലൂരാനെ വീട്ടിൽ പോയി കണ്ടത്. മാക്റ്റയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, ഒരു കാൽ മുറിച്ചു മാറ്റുന്നത് വരെയും മാക്റ്റയ്ക്കായി നന്നായി പ്രവർത്തിച്ച മനുഷ്യനായിരുന്നു കല്ലു ഡെന്നീസ്. അനാരോഗ്യവാനായി സിനിമയൊക്കെ വിട്ട് വീട്ടിൽ ഒതുങ്ങിയപ്പോൾ മാക്റ്റയുടെ സാരഥികൾ എന്താ പറയുക, കല്ലു ഡെന്നീസിനെ മറന്നിരുന്നു. ഇന്നലെ വരെ ഇങ്ങനൊരു മനുഷ്യനാണ് ഈ സ്ഥാപനം തുടങ്ങിയതെന്ന് പോലും ആലോചിച്ചിരുന്നില്ല. അവരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ പലരെയും മത്സരിപ്പിച്ച് എന്താ പറയുക, ആദരിച്ച് ഡയറിയും 24 ഫ്രെയിം സ്പെഷ്യലും ഒക്കെ ഇറക്കിയും ഈ മനുഷ്യനെ മറന്നുകൊണ്ട്, അനർഹരായെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാക്റ്റ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു പുരസ്കാരം കൊടുക്കുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ട കല്ലു ഡെന്നീസിനാണ്. കൊടുത്തില്ല.
മാക്ട 24 ഫ്രെയിംസിൻ്റെ ഒരു കവർ സ്റ്റോറി അടിക്കുകയാണെങ്കിൽ ആദ്യം അടിക്കേണ്ട കലൂർ ഡെന്നീസിനാണ്. ഇന്നുവരെ അടിച്ചിട്ടില്ല. മരിച്ച ആരെയൊക്കെയോ പേരിൽ ഡയറി ഇറക്കി അവർക്ക് വേണ്ടപ്പെട്ട. കാരണം കമ്മിറ്റി ഇരിക്കുന്നതിൻ്റെ ചീഫായിരുന്നുകൊണ്ട് ഓരോ വർഷവും ഓരോ ഡയറിയിൽ ഓരോരുത്തരെ ഡീറ്റെയിൽ വെച്ച് ഡയറി ഇറക്കി. ഇന്നുവരെ കലൂർ ഡെന്നീസിൻ്റെ ഡയറി ഇറക്കിയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തെ ഒതുക്കി കെട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനൊരു മാറ്റം വരണം എന്നാണ് പറയാനുള്ളത്. ആ തെറ്റുകൾ, മുൻ സാരഥികൾ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തി ഒരു തുടക്കം കുറിക്കാറാവട്ടെ പുതിയ ഭരണസമിതിക്കെന്ന് ഞാൻ ആശിക്കുന്നു. ഈ മല പോലെ വന്ന് എലി പോലെയായി എന്ന് പറയുമ്പോലെ അവസാനം നിർമ്മാതാക്കളുടെ സംഘടന തങ്ങൾ ഏറ്റെടുത്ത ധീരമായ ഒരു നടപടി അവസാനിപ്പിച്ചു. ഓരോ മാസവും തിയേറ്ററിലെത്തുന്ന സിനിമയ്ക്ക് എത്ര കളക്ഷൻ നേടാനാകുന്നു എന്ന കണക്ക് പിറ്റേ മാസം പുറത്തു വിടുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും ഒക്കെ ഏകകണ്ഠമായി പറഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മാസം എന്തോ കണക്ക് പുറത്തു വിടുകയും ചെയ്തു. ഈ പറയുന്ന സിനിമാക്കാർ പറയുന്ന കള്ളക്കണക്കുകൾ ഊതി വീർപ്പിച്ച് 100 കോടി 200 കോടി ക്ലബിലെത്തിയെന്ന് വാചകമടിക്കുന്നത് ചുമ്മയാണെന്നും ഒരു സിനിമ തിയേറ്ററിൽ എത്ര രൂപ കളക്ട് ചെയ്യുന്നു, അല്ലാതെ സാറ്റലൈറ്റ്, OTT, ഗൾഫ് റൈറ്റ്, വിദേശ റൈറ്റ്, ഫ്ലൈറ്റ് റൈറ്റ് അതൊന്നും പെടാതെ തിയേറ്ററിൽ നിന്ന് എത്ര രൂപ കിട്ടി എന്ന് ഞങ്ങൾ പുറത്തു വിടുമെന്ന് പറയുകയും ചെയ്തു. 3 മാസം അവരത് പുറത്ത് വിടുകയും ചെയ്തു. അതിനനുസരിച്ച് ഈ 200 കോടി 100 കോടിയൊക്കെ ആയി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അഭിനേതാക്കൾ കോടികളും ലക്ഷങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. വാസ്തവത്തിൽ ഒരു വർധനയും തിയേറ്ററിൽ നിന്നുണ്ടായിട്ടില്ല. നായകനായിരുന്നപ്പോൾ ഒരു സിനിമയ്ക്ക് 75,000 രൂപ കഷ്ടിച്ച് വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ 75,000 രൂപ ആഗ്രഹിച്ച് നടന്നവന്മാർ ക്യാരക്ടർ റോളിനായി ഒരു ദിവസത്തേക്ക് 2 ലക്ഷം താ 4 ലക്ഷം താ എന്ന് ഒരു മടിയില്ലാതെ പറയാൻ തക്കവണ്ണം ഇന്നത്തെ സിനിമ മാറിപ്പോയി. എനിക്ക് ഒരുപാട് നായകന്മാരെ അറിയാം. 75,000 രൂപ പറയും, 60,000 രൂപ കൊടുക്കും. മനസ്സിലായോ? നായകനാണ്. അങ്ങനെ 60,000, 50,000, 40,000 അഭിനയിച്ചുകൊണ്ടിരുന്ന നായകന്മാർ ഇപ്പോൾ പ്രായമായല്ലോ. അപ്പോൾ ഒരു തന്തയുടെ വേഷമോ ഒരു തല്ലുപുള്ളിയുടെ വേഷമോ ചെയ്യാൻ വിളിച്ചാൽ ഒരു ദിവസത്തേക്ക് ചോദിക്കുന്നത് 4 ലക്ഷം താ. ഒരു ദിവസത്തേക്ക് 2 സീനായിരിക്കും എടുക്കണേ. അപ്പോൾ ഇവന് 10 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 5 ദിവസം അഭിനയിക്കും. 20 ലക്ഷം രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇവൻ്റെ തലയുണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പണ്ട് നായകനായിരുന്നില്ല, ഈ പടത്തിൽ ഉണ്ടാ എന്നാൽ ഒന്ന് കണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും കാണിയില്ല. പക്ഷെ ചോദിക്കുന്നത് 2 ലക്ഷം താ 4 ലക്ഷം താ എന്നായിരുന്നു. 200 കോടി തൻ്റെ സിനിമ എന്താ പറയുക 200 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞ നിർമ്മാണ മുതലാളി അടുത്ത സിനിമ എടുക്കാനല്ല, ദൈനംദിന ചെലവിന് കാശില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയും OTTക്കാർക്കോ ചാനലുകാർക്കോ വേണ്ടാത്ത നായകൻ വരെ ചോദിക്കുന്നത് 8 കോടി താ 10 കോടി താ എന്നാണ്. സാറ്റലൈറ്റ് എടുക്കില്ല. അയാളെ വേണ്ട, അയാളുടെ സിനിമ കാണാൻ വീട്ടിലിരുന്ന് കാണുന്ന ആരും അയാളുടെ സിനിമ കാണാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറ്റലൈറ്റ് വേണ്ട എന്ന് പറയുന്ന ഒരു സൂപ്പർ നായകൻ, ഞങ്ങൾക്ക് ഇയാളുടെ OTT വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സൂപ്പർ നായകൻ. പക്ഷേ പുള്ളി ചോദിക്കുന്നത് 8 കോടി താ 10 കോടി താ എന്നാണ് പറയുന്നത്. കൊടുത്ത് ഈ അടുത്ത കാലത്തും സിനിമകൾ ചെയ്യുന്നുണ്ട്. തിയേറ്ററിലെത്തുന്ന ഇവൻ്റെയൊക്കെ സിനിമകളുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വാങ്ങിയ മൈദാമാവിൻ്റെ കാശ് തിയേറ്ററിൽ നിന്നും കിട്ടാത്ത സ്ഥിതിയാണ് വർത്തമാനകാല മലയാള സിനിമയ്ക്കുള്ളത്. ഇപ്പം തന്നെ 250 കോടി കിട്ടി 300 കോടി അടുക്കുന്നു എന്നൊക്കെ കൊട്ടിഘോഷിച്ച ഒരു സിനിമയുടെ നിർമ്മാതാക്കളായ അച്ഛനും മകനും കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണ നിരങ്ങുന്നത് നമ്മൾ പേപ്പറിൽ കാണുന്നുണ്ടല്ലോ. പറയാൻ വന്നത് അതൊന്നുമല്ല. ഓരോ മാസവും റിലീസാവുന്ന സിനിമകളുടെ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ പലരുടെയും കുരുപൊട്ടി. കള്ളപ്പണം ഉള്ളവരും വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നവരും ഒക്കെ എതിർപ്പ് അറിയിച്ചു. 1 കോടി മുടക്കിയവന് 40,000 കിട്ടിയതും 10 കോടി മുടക്കിയവന് 1.25 കോടി കിട്ടിയതും ഇതൊന്നും OTT സാറ്റലൈറ്റ് പോകില്ല എന്ന സത്യവും പറഞ്ഞാൽ യുവമാർക്കെല്ലാം കുരുപൊട്ടും. കണക്കുകൾ ഇനി പുറത്തുവിടേണ്ട, ഇലക്ഷൻ വരികയാണ്. പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്ന ശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കണക്കുകൾ വീണ്ടും പുറത്തുവിടട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭരിക്കുന്നവർ തലയൂരി, ബി രാഗേഷും സംഘവും തലയൂരി എന്ന് പറയാം. ഞാൻ ക്രൂരമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമാണ് ഈ സൗബിൻ ഷാഹിറിനെ. ആ കുമ്പളങ്ങി നൈസിൽ അയാൾ ചിരിക്കുന്ന ഒരു സാധനം ട്രോളായിട്ട് കിടപ്പുണ്ടല്ലോ. ഒരു 1000 വട്ടമൊന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അയാൾ ചില വേഷങ്ങളിൽ മനോഹരമായി ചെയ്യുന്ന ആളാണ്. അയാളുടെ ചിരിയായാലും അയാളുടെ നോട്ടമായാലും ശരി, ചട്ടിപ്പല്ല് പോലത്തെ വലിയ പല്ല് വെച്ചുള്ള ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൗബിൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയാണ്, മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതിൻ്റെ വിജയശ്രീ ലാളിതനായി തൊപ്പി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നീല ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങി വരുന്ന ഫോട്ടോ കണ്ടപ്പോൾ
ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ആൻഡമാൻ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ജാമ്യം കിട്ടി വരും പോലെയാണ് എനിക്ക് തോന്നിയത് സൗബിൻ്റെ നടപ്പ് കേട്ടപ്പോൾ. പോലീസ് സ്റ്റേഷനിൽ 2 നാൾ നടന്ന മാരത്തോൺ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് സൗബിൻ ഷാഹിർ ക്യാമറയുടെ മുന്നിലൂടെ ചിരിച്ചുല്ലസിച്ച് പോകുന്നു. അതൊന്ന് കാണേണ്ട ഒരു 1.5 കാഴ്ചയാണ് സത്യത്തിൽ. ഒരു കൂസലുമില്ല. 2 ദിവസം ലെഫ്റ്റ് റൈറ്റ് അടിക്കും പോലെ പോലീസ് മാറി 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 ചോദ്യം ചെയ്തെന്ന് മാത്രമല്ല, സിനിമയിൽ നിൽക്കുമ്പോൾ വളരെ മാന്യനായിരുന്ന അച്ഛൻ ബാബു ഷാഹിറിനെ വരെ കോടതി പോലീസ് സ്റ്റേഷനിൽ കയറ്റേണ്ടി വന്നു ഈ സൗബീന് എന്നുള്ളതാണ്. പക്ഷേ ഒരു കൂസലും ഇല്ലാതെ അയാൾ ചിരിച്ച് കളിച്ച് പോകുന്നു. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്നും നേടിയ ശേഷമായതിനാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതാണ്. സൗബിൻ്റെ മാത്രമല്ല, അച്ഛനെയും മാനേജർ ഷോൺ ആൻ്റണിയെയും അറസ്റ്റ് ചെയ്ത് വിട്ടു. പക്ഷേ ഇപ്പോൾ സൗബിൻ പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. ഒരു പെണ്ണുമ്പിള്ള ഇപ്പോൾ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് ബാലേന്ദ്ര മേനോൻ്റെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടല്ലോ. ആ പെണ്ണുമ്പിള്ളിയും പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോൾ സൗബീനും പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. സിനിമ ചെയ്യാനായി വാങ്ങിയ തുക മുഴുവനും തിരിച്ചു നൽകിയെന്ന് സൗബിനും മുഴുവനും തന്നിട്ടില്ല എന്ന് കടം കൊടുത്ത ആളും പറയുന്നു. ഇനി ലാഭവിഹിതമേ കൊടുക്കാനുള്ളൂ, അത് നൽകാൻ താൻ തയ്യാറാണെന്നും അതിനായി താൻ പണം മാറ്റി വച്ചിട്ടുണ്ടെന്നും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രക്കാരോട് പറഞ്ഞിട്ടാണ് സൗബിൻ പോയത്. പിന്നെന്താ കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ 250 കോടി കിട്ടിയതാണല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. നിങ്ങളെന്താണ് പിന്നെ അയാളുടെ ലാഭവിഹിതം 40% ലാഭവിഹിതം കൊടുക്കാനുള്ള പൈസ കൊടുക്കാത്തത് എന്ന് ഒരു മാപ്രയും ചോദിച്ചില്ല അയാളോട്. അയാളുടെ ചിരി കണ്ട് അയാളുടെ വർത്തമാനം കണ്ട് ഇക്ക നന്നായി കൊടുക്കാത്ത നന്നായി എന്നുള്ള രീതിയിലാണ് ഈ മാപ്രകൾ നിന്നത്. കാശ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ കാശ് കിട്ടാനുള്ള സിറാജ് വലിയ തുറക്കി കൊടുക്കാനായി ഈ സൗബിൻ അടുക്കി വെച്ചിരുന്ന നോട്ടുകെട്ടിൻ്റെ പുറത്ത് ലുലുവിൻ്റെ കളക്ഷൻ കാശോ തുടരും സിനിമയുടെ കാശോ എന്തോ കൊണ്ടുവന്ന് ആരോ ഒന്നീ രഞ്ജിത്ത് അല്ലെങ്കിൽ ലുലുവിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സൗബിൻ അടുക്കി വെച്ചിരുന്ന ഈ സിറാജ് വലിയ തുറക്കി കൊടുക്കാൻ വെച്ചിരുന്ന പൈസ പുറത്ത് കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ പറ്റാതെ ഇത്രയും വൈകിപ്പോയത്. സ്മൂത്തായി എടുത്തു കൊടുക്കാൻ സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. അണാ പൈസ പറഞ്ഞ് ലാഭവിഹിതം കൊടുക്കാനുള്ള തുക എണ്ണി കൊടുക്കുന്നതിന് ഇടയിൽ സിറാജ് കേസും കൊടുത്തു കളഞ്ഞു എന്നാണ് സൗബിൻ പറയുന്നത്. അല്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കാതിരുന്നെങ്കിൽ ഞാൻ എന്നേ കൊടുത്തനെന്നറിയാം എന്നാണ് പറയണേ. എനിക്കത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മോഡി എന്തൊരു വലിയ ചതിയാണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം 2000-ൻ്റെ നോട്ടായിരുന്നെങ്കിൽ 40 കോടി എണ്ണം കുറച്ച് ബംഗാളികൾ മതിയായിരുന്നു. ഇതിപ്പോൾ 500-ൻ്റെയും 100-ൻ്റെയൊക്കെ നോട്ടായിപ്പോയില്ലേ. എത്ര ബംഗാളികൾ വെച്ച് എണ്ണിയാൽ 40 കോടി രൂപ ഈ സിറാജ് വലിയ വീട്ടിൽ കൊടുക്കാൻ പറ്റുക? അതിന് ഇത്തിരി സാവകാശം വേണം. ഒരു കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതിനിടയിലാണ് അയാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് പിടിച്ച് അകത്തിട്ടെന്നാണ് പറയുന്നത്. അകത്തിട്ടില്ല, മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് അകത്തിട്ടില്ലല്ലോ. വിശ്വാസവഞ്ചന കുറ്റം ഒന്നും ചോദിക്കാതെ, എന്താ പറയുക, വിശ്വാസവഞ്ചന കുറ്റം ഒന്നും ചേർക്കാതെ ജാമ്യമല്ല, ഈ കേസ് റദ്ദാക്കണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ ആളാണ് സൗബിൻ. പോലീസുകാരന്മാർ വിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു ഒന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ വിട്ടില്ല. സാറേ, അതാണ് ഇവിടെ നടന്നത്. വാക്ക് പറഞ്ഞിട്ടല്ല, എഴുതി കൊടുത്തു മുദ്രപത്രത്തിൽ, എന്നിട്ടാ പറ്റിച്ചതെന്ന് പോലീസുകാർ കോടതിയിൽ പറഞ്ഞ് വലിപ്പിച്ചു കളഞ്ഞു. എന്നാൽ കല്ലും നെല്ലും തിരിക്കാൻ കോടതിയിൽ പറഞ്ഞു. കടം തരാം എന്നേറ്റവൻ പറഞ്ഞ സമയങ്ങളിൽ പണം തരാത്തതിനാൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ മുടങ്ങിയെന്നും അത് വലിയ നഷ്ടത്തിൽ കലാശിച്ചുവെന്നും അതാണ് ലാഭവിഹിതം കൊടുക്കാത്തതെന്നും ഒക്കെ പറഞ്ഞിട്ടും ഈ മരട് പോലീസുകാർ കോടതിയിൽ പറ്റിച്ചു. പാവ സൗബീനും ബാപ്പ ബാബുവും മാനേജരും ശരിക്കും അകത്തായി. ശരിക്കും പറഞ്ഞാൽ സൗബിനെ വിഷമിപ്പിക്കുന്ന ഈ ഘട്ടം കാണുമ്പോൾ എനിക്ക് തോന്നിയത് സൗബിനെ വിളിക്കേണ്ട, ഇനി കാണുമ്പോഴൊക്കെ എല്ലാവരും വിളിക്കേണ്ടത് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് വിളിക്കണം. കാരണം നനച്ചിരിക്കാതെ 250 കോടി രൂപ വന്ന് കയറിയിട്ട് അത് ആഘോഷിക്കാൻ പറ്റുന്നില്ല അയാൾക്ക്. കാരണം കേസും വഴക്കുമായിട്ട് സ്റ്റേഷനകത്തല്ലേ. ഞാൻ പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സൗബിൻ ഷാഹിറെ, നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഊണേ ഉണ്ണാൻ പറ്റൂ. നിങ്ങളിൽ 250 കോടി രൂപ ഇരിക്കുന്നു എന്ന് വെച്ചാൽ 2 ഊണ് ഉണ്ണാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ തന്ന സിറാജ് എന്ന് പറയുന്ന ആൾ, വലിയ തുറ എന്ന് പറയുന്ന ആൾ, എറണാകുളത്തെ ഒരു ഊണ് 100 രൂപയ്ക്ക് കിട്ടുന്നതെന്നായിരിക്കും ഉണ്ണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഉണ്ണുന്നത് 1000 രൂപ വിലയുള്ള താജിലൊക്കെ ചെന്നായിരിക്കും. ആ വ്യത്യാസമല്ലാതെ 2 ഊണ് ഒരിക്കലും ഉണ്ണാൻ പറ്റില്ലല്ലോ സൗബിൻ. നിങ്ങൾ മാന്യമായിട്ട് അത് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഇനിയും നല്ലത്.
അല്ല അനന്തമായി കേസ് നീണ്ടുപോയി വിധി വരട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്കും നിങ്ങളെ പൈസ കുറേ ED എടുത്തുകൊണ്ട് പോകും. എല്ലാവരും എടുക്കും കേട്ടോ, എല്ലാവരും നിങ്ങളെ നോക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പരിണത ഫലമാണ്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. അടുത്ത ഒരു കഥയോടുകൂടി ഇത് അവസാനിപ്പിക്കാം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സിനിമയിൽ വന്ന് ചുവടുറപ്പിച്ചു എന്ന് ഉറപ്പായ കാലത്ത് എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയുന്നൊരു സ്വഭാവമാണല്ലോ നമ്മുടെ മമ്മൂക്കയ്ക്ക്. ആദ്യ പടം മുതലേ അങ്ങനെയാണല്ലോ, അതൊരു ക്യാരക്ടറാണ്. അപ്പോൾ സിനിമയിൽ വന്ന് ചുവടുറപ്പിച്ചു എന്ന് ഉറപ്പായ സമയത്ത് മമ്മൂട്ടി അന്നത്തെ പ്രശസ്തമായ സിനിമാ വാരികളുടെ ഫോട്ടോഗ്രാഫർമാരോട് ഇടയ്ക്കിടെ പറയും, കൂടെ ഒരു സീസൺ പോലെ, ചെങ്കണ്ണ് പോലെ, ദീനം പോലെ പറയും, 3 മാസത്തേക്ക് ഇനി സ്റ്റിൽ ക്യാമറകളുടെ മുന്നിൽ നിൽക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടും അവർ ഓഫീസിൽ ചെന്ന് ഈ വിവരം അറിയിക്കും. അപ്പോൾ ഓഫീസിൽ നിന്ന് എന്ത് ചെയ്യും, മമ്മൂട്ടിക്കെതിരെ മോശമായി കുറേ എഴുതും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മറന്നു പോവും, അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ നിൽക്കും. ഒരു വലിയ സിനിമാ വാരികയുടെ ഫോട്ടോഗ്രാഫർ, സിനിമാ സമൂഹം ബഹുമാനത്തോടെ കണ്ടിരുന്ന, മരിച്ചുപോയി, ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, കുറച്ചു കാലത്തേക്ക് ഇനി ക്യാമറയുടെ മുന്നിൽ നിൽക്കണ്ട എന്ന് വാചകം അടിക്കുന്ന ഇതേ മമ്മൂട്ടി എന്നെ ഒറ്റയ്ക്ക് മാറ്റി വിളിച്ചു നിർത്തിയിട്ട് എൻ്റെ കുറച്ച് പടങ്ങൾ എടുക്കണമെന്നും അത് നിങ്ങളുടെ വാരികയിൽ അടിച്ചു വരാൻ ആഗ്രഹമുണ്ടോ എന്നും പറഞ്ഞ ആളാണ് ദിനേശ് എന്ന് എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു. വളരെ സീനിയറായ, വളരെ മാന്യനായ ഒരു ഫോട്ടോഗ്രാഫർ. അദ്ദേഹമാണ് ഇത്തിരി പ്രശസ്തനായപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ഫോട്ടോ എടുക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫർമാർ അവരുടെ മുന്നിൽ നിൽക്കാത്തത്. പ്രേം നസീറാണ് മലയാള സിനിമയിൽ പേഴ്സണൽ മേക്കപ്പ് മാനെയും കോസ്റ്റ്യൂമറേയും മാനേജരുമൊക്കെ ആദ്യം വച്ചയാൾ. അതുമാത്രമല്ല, സ്വന്തം കാറും സ്വന്തം ഡ്രൈവറേയും വെച്ചതും നസീർ സാറാണ്. മധു സാർ അടക്കം ഒരാളും ആരെയും കൊണ്ടുവന്നില്ല. നസീർ സാറിനെ കണ്ടു പഠിച്ചിട്ട് ജയൻ സ്വന്തമായി ഒരു മേക്കപ്പ് മാനെ വെച്ചിരുന്നു. ജയമോഹൻ എന്ന് പറഞ്ഞാൽ, മോഹൻ എന്നായിരുന്നു പേര്. ജയൻ്റെ മേക്കപ്പ് മാനായി കഴിഞ്ഞപ്പോൾ ജയമോഹനായി. മമ്മൂട്ടി താരമായപ്പോൾ ഈ പറഞ്ഞവരെ കൂടാതെ സ്വന്തം കുക്കിനെയും കൂടി സെറ്റിൽ കൊണ്ടുവരുമായിരുന്നു. കുഞ്ഞുമോനെന്ന് എന്തോ ആണ് ആ കുക്കിൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ പേര്. നല്ല സ്മാർട്ട് പയ്യനാണ്. നേരം വെളുക്കുമ്പോൾ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നൊരു കാറും വാങ്ങി കുറച്ച് കാശും വാങ്ങിക്കും. അന്നത്തെ കാലത്ത് ഒരു 10,000-3,000 രൂപ വാങ്ങിക്കും. എന്നിട്ട് അവൻ എവിടെയൊക്കെയോ മാർക്കറ്റുകളിൽ, എവിടെയാണോ ഷൂട്ട് നടക്കുന്നത് അതിൻ്റെ ആ ഏരിയയിലുള്ള മാർക്കറ്റുകളിൽ ചെന്ന് ഒരു ചെമട് മീനുകൾ വാങ്ങിക്കൊണ്ടിരും. പലതരത്തിലുള്ള കൊച്ചു കൊച്ചു മീനുകൾ. ചോറിന് പകരം മീനുകളും മീനിന് പകരം ചോറും മെഗാസ്റ്റാറിന് വിളമ്പി കൊടുക്കും. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹം കഴിക്കുന്നത്. ഈ മുള്ള് ഊർന്നിരുന്നോണം കാണാൻ, ഒരു പ്ലേറ്റ് നിറച്ച് മീനിൻ്റെ മുള്ള് ഊർന്ന് വയ്ക്കും. അങ്ങനെ അദ്ദേഹം അത് നമ്മൾ കണ്ടുകൊണ്ട്, അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ, കണ്ടുകൊണ്ട് നിൽക്കുന്നതിലൊന്നും പുള്ളിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ചില നല്ല സുഹൃത്തുക്കൾക്ക് അടുത്തിരുത്തി, അന്നത്തെ കാലത്ത് VK ശ്രീരാമനൊക്കെ ആയിരുന്നു സുഹൃത്തുക്കൾ, അവർക്കൊക്കെ മീൻ കഷ്ണം എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒന്നും പറയാതിരിക്കാനാവില്ല, പ്രേം നസീർ മുതൽ മമ്മൂട്ടി, മോഹൻലാൽ വരെ ഉള്ളവരുടെ എർത്തുകൾ ഷൂട്ട് സ്ഥലത്തോ താരം പോകുന്നിടത്തോ ഒന്നും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരൊന്നും ഇല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കഥ കേൾക്കാനെങ്കിലും ഇരിക്കും. ജോർജ് ഇരുന്നാൽ വിവരം അറിയും. അത് മമ്മൂട്ടിയെ സമ്മതിക്കണം. നിർത്തേണ്ടവരെയൊക്കെ അദ്ദേഹം നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെക്കുറിച്ചോ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാനെക്കുറിച്ചോ, കോസ്റ്റ്യൂമറെക്കുറിച്ചോ, മാനേജരെക്കുറിച്ചോ ഒരാളെക്കുറിച്ചും ആർക്കും പരാതി പറയേണ്ടി വന്നിട്ടില്ല. ആന്റണിയെക്കുറിച്ചൊന്നും ഇല്ലെങ്കിൽ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതല്ല സ്ഥിതി. ഒരു പടയുമായിട്ടാണ് നടനായാലും നടിയായാലും സെറ്റിലെത്തുന്നത്. സ്വന്തം ബോഡിക്ക് എക്സസൈസ് ചെയ്യിക്കാൻ വരുന്ന ട്രെയിനിയായിട്ട് ഒരാൾ വരും. അയാൾക്ക് വരെ നിർമ്മാതാവിൻ്റെ ചിലവിലാണ് എല്ലാം. കുട പിടിക്കാനും കോണം കഴുകാനും ഒക്കെ ഇപ്പോൾ ഓരോരുത്തർ പ്രത്യേകം ആളിനെ വയ്ക്കുന്നത്. എല്ലാം നിർമ്മാതാവിൻ്റെ കാശിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ നടൻ ജയസൂര്യയാണ്. ആശാൻ സ്വയം ഒരു 1.5 സൂപ്പർ താരമായ പോലെയാണല്ലോ ഇപ്പം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൊത്തം ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു കേട്ട് കണ്ണാടി എടുത്ത് ആദ്യം വയ്ക്കും. പെണ്ണുങ്ങളെ പോലെ തലമുടിയെല്ലാം കൂടെ കെട്ടി ഇവിടെ ഇങ്ങനെ വയ്ക്കും. ആരെയും മുഖത്ത് നോക്കില്ല. ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഇയാൾ പോണ കണ്ടാൽ അന്ധനാണെന്ന് തോന്നും. ആരെയും മുഖത്ത് നോക്കില്ല. ഭയങ്കര ഈ തലക്കനമൊന്നുമില്ല അതിന് പറയണ്ടേ, അങ്ങനെ പോവുള്ളൂ. പക്ഷേ ഇയാളെ പറയാൻ നടക്കുക ഈ മാപ്രകൾ ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇയാൾ ആളാവണേ. നമ്മളൊന്നും പിന്നെ ഇവനൊക്കെ വരുന്നതിൻ്റെ 1.5 മൈൽ അപ്പുറത്ത് പോലും പോകില്ലല്ലോ. താടിയും മുടിയും കണ്ണടിയും ഒക്കെ ആയിട്ട്
ഒരു പ്രത്യേക വരവാണ് കക്ഷി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് ഭഗവാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് തോന്നി. അദ്ദേഹം പരിവാര സമേതം അവിടെ ചെന്നു. നല്ല വരുമാനമുള്ള പ്രശസ്തമായ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടിയൂർ. അവർക്ക് പേഴ്സണൽ ആ അമ്പലത്തിൻ്റെ ഫോട്ടോഗ്രാഫർ തന്നെയുണ്ട്. കൊട്ടിയൂരിൽ ഈ പറയുന്ന സിനിമയിലെ ദൈവം വരുന്നതല്ലേ, നമ്മുടെ റെക്കോർഡിൽ സൂക്ഷിക്കാനായിട്ട് തെളിവുകൾ വേണമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടം ഇപ്പം ദൈവത്തിനേക്കാളും സിനിമാ താരങ്ങൾക്കാണല്ലോ വില. എവിടെ ഒരു അമ്പലത്തിൽ എന്തോ നാരി പൂജ എന്ന് പറഞ്ഞിട്ട് കൂതറ സിനിമാക്കാരെ കൊണ്ട് കാല് കഴിക്കുമല്ലോ പെണ്ണുങ്ങളെ. ഞാൻ കേൾക്കണം ഇതിനപ്പുറം ദൈവത്തിനെ അവമാനിക്കാനുണ്ട്. ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു 4-കിട നടിയായിരിക്കും. അന്തസ്സുള്ള ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ഒരു കിട്ടുന്ന ഒരു കൂതറ വിളിക്കും. അവർക്ക് 50,000 രൂപയും കൊടുത്തു കൊണ്ടുവന്ന് ആറ്റുകാൽ അമ്മച്ചിക്ക് പരസ്യം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനൊരു നടിയോട് ചോദിച്ചു, ഇങ്ങനെ അമ്പലത്തിൽ പൊങ്കാല ഉത്സവം വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് 40,000 രൂപ വാങ്ങിച്ചാലേ ആറ്റുകാൽ അമ്മച്ചി നിന്നെ ശപിക്കില്ലേ എന്ന് കേട്ടപ്പോൾ എൻ്റെ പറഞ്ഞത്, ദിനേശ് ചേട്ടാ നിങ്ങൾ ഏത് ലോകത്ത് ജീവിക്കണേ, ആറ്റുകാൽ അമ്മച്ചി തീരുമാനിച്ചാണെന്ന് എനിക്കൊരു 40,000 രൂപ കിട്ടണമെന്ന് അവിടെ നിന്ന്. അങ്ങനെ പറയുന്ന കാലമാണ്. കാരണം ഏതൊരു അമ്പലത്തിൽ എവിടെയെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ജയലളിതയൊക്കെ കൊണ്ടുവന്നല്ലേ കാല് കഴിയിച്ചത്. കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ജയസൂര്യ സാറ് കൊട്ടിയൂർ അമ്പലത്തിൽ വന്നാൽ അവിടെ കിടക്കുന്ന പരമശിവനേക്കാളും വില ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇദ്ദേഹം പരമശിവനെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു എന്നുള്ളൊരു തെളിവ് വേണമെന്ന് പറഞ്ഞ് അവരുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു. അവരുടെ ഫോട്ടോഗ്രാഫർ ഈ പറയുന്ന ജയസൂര്യ സാർ മറ്റേ ഞാൻ പറഞ്ഞില്ലേ കാളംകുളം കണ്ണാടിയും മറ്റേ തലക്കെട്ടുമൊക്കെ കെട്ടി ഇങ്ങനെ മസിൽ പിടിച്ച് ഒരു സംഘം ആൾക്കാരുമായിട്ടാണ് വരുന്നത്. ചട്ടമ്പിമാരെയും കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഫോട്ടോ എടുത്തു ഫോട്ടോഗ്രാഫർ. ഞങ്ങളുടെ സാറിൻ്റെ പടം എടുക്കോടാ റാസ്കൽ എന്ന് അലറിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന 3-4 മല്ലന്മാർ ആ ഫോട്ടോഗ്രാഫറെ എടുത്തിട്ട് അങ്ങ് ചാമ്പി. ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണേ കാപ്പാത്തും എന്നൊക്കെ അയാൾ വിളിച്ചു നോക്കി. ഇടി വാങ്ങുന്നതിനിടയിൽ അങ്ങനെയൊക്കെ അയാൾ വിളിച്ചു. പക്ഷേ ഈ ബഹളത്തിനിടയിൽ അത് മുങ്ങിപ്പോയി. ആ പാവം അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ബഹളത്തിനിടയിൽ ഇടി വാങ്ങിയത് മാത്രമായിരുന്നു മിച്ചം. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർമാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ ചട്ടമ്പിമാരെ കൊണ്ട് തല്ലിയ താനിവിടെ ദൈവത്തിനെ തൊഴണ്ട എന്ന് പറയാനുള്ള ആംബിയറുള്ള ഒരു ദേവസ്വം ബോർഡ് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ജയസൂര്യയുടെ ഭാഗ്യം. അമ്പല കമ്മിറ്റിക്കാരോ ആരെങ്കിലും ഉണ്ടാവണ്ടേ, ഇറളയിൽ എന്ന് പറയണ്ടേ, നീ അങ്ങനെ ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ഫോട്ടോഗ്രാഫറെ തല്ലിയിട്ട് നീ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ട് ഇറങ്ങുള്ളിൽ എന്ന് പറയണ്ടേ. പക്ഷേ അത് പറയണമെങ്കിൽ നട്ടല് എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഇത് കണ്ണൂരായിട്ട് പോലും സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ണൂരൊക്കെ നമ്മൾ പറയുന്നത് നല്ല ഉശിരുള്ള ആണുങ്ങളുണ്ടെന്നാണ്. പെണ്ണുങ്ങളെ പോലെ തലവണിയും കെട്ടി വളർത്തി ഇങ്ങനെ കെട്ടിവെച്ച് കള്ളസ്വാമിമാരെ പോലെ താടിയൊക്കെ വളർത്തി ചെത്ത് കണ്ണടിയൊക്കെ വെച്ച് മറ്റേതോ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ഒരു ജീവിയെ പോലെ മനുഷ്യരുടെ മുഖത്ത് നോക്കാതെ ഭക്തിയുടെയും ചട്ടമ്പിമാരുടെയും ഏകാഗ്രതയിൽ കൊട്ടിയൂർ അപ്പനെ കാണാൻ കയറിപ്പോയ താരം, തല്ലരുത്, ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ വെച്ച് അയാളെ തല്ലരുത്, നമ്മുടെ ഫോട്ടോ എടുത്തതിന് എന്താ തെറ്റ്, ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്നതാണല്ലോ, അല്ലാതെ അയാളുടെ കിടപ്പറയിൽ കയറിയല്ലോ ഫോട്ടോ എടുത്തത്. പക്ഷേ ഒരക്ഷരം ഈ സൂപ്പർ താരം, മെഗാ സൂപ്പർ താരം മിണ്ടിയില്ല. തള്ളാനും തള്ളാനുമൊക്കെ ആണല്ലോ മല്ലന്മാരെ കൊണ്ടു കിടക്കുന്നത്. ശമ്പളം കൊടുത്ത് യവന്മാരെ തീറ്റി കൊടുത്ത് ഈ തീട്ട ഫാക്ടറികളെ കൊണ്ടു കിടക്കുന്നത് എന്തിനാ? തല്ലാനായിരിക്കും. സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണല്ലോ ഈ തീട്ട ഫാക്ടറികൾ. ഇവനൊക്കെ ആണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുന്നത്. ഇവൻ്റെയൊക്കെ ബോഡി ഗാർഡായിട്ട് നടക്കുക കുറേ കിഴങ്ങന്മാർ. എന്തായാലും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അമ്പലത്തിനും തല്ലുകൊണ്ട ഫോട്ടോഗ്രാഫർക്കും കുറച്ച് കാശ് കൊടുത്ത് ചിലപ്പോൾ ഈ കേസ് ഈ സൂപ്പർ താരം ഒതുക്കുമായിരിക്കും. കൊച്ചിൻ കോർപ്പറേഷനെ ഒതുക്കാൻ അറിയാമെങ്കിൽ പിന്നെ എവനെയൊക്കെ ഒതുക്കാൻ ചീള് കേസെന്നായിരിക്കും ജയസൂര്യ സാറ് വിചാരിക്കുന്നത്. അല്ലേ സാറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുണ്യ സ്ഥലങ്ങളിൽ പോകുമ്പോഴെങ്കിലും ചട്ടമ്പിമാരെ കൂട്ടണ്ടായിരുന്നു. കണ്ണൂരുകാർ ഇത്രയും പാവങ്ങളായി പോയല്ലോ എന്ന് ഈ കൊട്ടൂരിലെ ഫോട്ടോഗ്രാഫർക്ക് അടി കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത് ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ ദൈവത്തിനെ കാണാൻ പോകുന്നവനും സെക്യൂരിറ്റി എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു ദൈവത്തിനെ കാണാൻ പോവുകയാണെങ്കിൽ ആ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ? അവിടെ ഈ തീട്ട ഫാക്ടറികളെ പോലെ ഒരു തടിയന്മാർ 4-5 കൊണ്ടു നടക്കണതിനാ കഷ്ടമാണ്. ഇവന് മോഹമായിരിക്കും. കാരണം ഇവൻ്റെ പെണ്ണുമ്പിള്ളയും കൂടെ ഒരു കാർ കയറുമ്പോൾ പുറകെ ഒരു മല്ലന്മാർ 5-6 തീട്ട ഫാക്ടറികൾ, അടുത്ത കാറിൽ പുറകിൽ ഗൺമാൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കാൻ തോന്നുന്നതായിരിക്കാം. കാരണം ഇവിടെ പലരും അങ്ങനെ നടക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവൊക്കെ
ഇങ്ങനെ 10-30 കാറുകളുടെ അകമ്പടിയൊക്കെ പോകുന്നതെല്ലാം വീഡിയോ ഒക്കെ കണ്ടു കാണും. അതുകൊണ്ടായിരിക്കും. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊന്നും ഇതുപോലെ മല്ലന്മാരെ കൊണ്ട് നടന്നിട്ടില്ല. അത്രയും നല്ലത്. കഷ്ടമാണ് മലയാള സിനിമയുടെ അവസ്ഥ. അല്ലെ അല്പന്മാരായിപ്പോയി മലയാള സിനിമ മുഴുവൻ. നോക്കാം കൊട്ടിയൂരിലെ പോലീസ് ജയസൂര്യ സാറിനെതിരെ എന്താണ് നടപടി എടുക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ ആ ഫോട്ടോഗ്രാഫറുടെ പറയുന്നത് അമ്പലത്തിലെ ജോലി പോയാലും പുല്ല് പോട്ടെന്ന് വയ്ക്കണം. ഇവൻ്റെ പേരിൽ ഒരു നല്ല കേസ് ഫയൽ ചെയ്ത് കണ്ണൂർ വിളിച്ചു വരുത്തണം. വർഷങ്ങളോളം കണ്ണൂരിൽ കോടതി കയറി ഇറങ്ങണം. ഒരു പരാതി കൊടുത്താൽ മതിയല്ലോ, പിന്നെ അവൻ കയറി ഇറങ്ങിക്കൊള്ളും. അങ്ങനെ ആവുമ്പോൾ ഇനി വേറൊരു അമ്പലത്തിലോ ബാർബർ ഷോപ്പിലോ പോകുമ്പോൾ ഇതുപോലെ പാവങ്ങളെ തല്ലില്ല. കൂടുതൽ പറയുന്നില്ല. ഈ ആഴ്ചത്തെ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.